എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ ട്ടാ. ഈസ്റ്റർ ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ട്ടാ. അപ്പം ഇന്ന് ബീഫ് കായയും കൂടി കറി വെച്ചതും ബീഫ് കുരുമുളകിട്ട് ഫ്രൈ ആക്കിയതുമാണ് ഇന്നത്തെ റെസിപ്പി ട്ടാ. അപ്പോൾ 1 കിലോ ബീഫാണ്. നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ വാലാൻ വേണ്ടി വെച്ചേക്കാണ് ട്ടാ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 4 മീഡിയം സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഇത് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 2 തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കായ ഇത് ചെറുതാക്കി കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇഷ്ടംപോലെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്കിതൊരു കുക്കറിലോട്ട് ബീഫ്, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ബീഫിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, നെയ്യൊക്കെ ഉള്ള ബീഫാണ്. ഇനി നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കണം. ആ ടൈം കൊണ്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇനി ആദ്യം തന്നെ ഇതിനകത്തോട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ട. ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പച്ചക്കുത്ത് മാറണവരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണല്ലേ, അത് ഒരു 2 കൈപ്പിടിയോളം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാലേ വേഗം സവാള ഒന്ന് വഴന്നിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു കുറച്ച് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്ന് വാടി കുഴഞ്ഞ് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കണ്ട കേട്ടോ. ആവിയിലിരുന്നൊന്ന് കുഴഞ്ഞ് കിട്ടും നമുക്ക്. ഇതാ സവാളയൊക്കെ നല്ലോണം ഒന്ന് കുഴഞ്ഞിട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. ബീഫും കായയും കൂടി വെക്കണത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന്. എനിക്കിതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കണതാണ് ഇഷ്ടം. അപ്പോൾ ചേട്ടനത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കായയാണ് പ്രിഫർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നല്ലോണം ഒന്ന് കുഴഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ നമ്മൾ കുറച്ച് കുക്കറിൽ ചേർത്താണ് ബീഫ് വേവിച്ചേക്കണത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 2-2.5 ടീസ്പൂണോളം ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു വലിയ ടീസ്പൂൺ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാല, ഗരം മസാല കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. ബീഫ് അത്യാവശ്യം നെയ്യുള്ള ബീഫായിരുന്നു കേട്ടോ.
കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പൊടികളൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി ഒന്ന് കളറ് മാറണ വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇത് നമുക്ക് ഈ മിക്സ് കുക്കറിനകത്തോട്ട് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായല്ലോ, അതിൽ നിന്ന് പകുതി ബീഫ് ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതിയിലോട്ട് ഈ മിക്സ് മസാല നമ്മൾ തയ്യാറാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഇതൊരു 2 വിസിൽ നമ്മൾ കേൾപ്പിച്ചെടുക്കണം. അപ്പം മൊത്തം 4 വിസിലിട്ടാം. പിന്നെ നമ്മൾ ഉരുളിയിലിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ 2 വിസിൽ വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ സെയിം ഉരുളിയിലോട്ട് തന്നെ 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ബീഫ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം 4 വിസിൽ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അത് കൂടുതൽ ടേസ്റ്റ് വേണേൽ നമ്മൾ അടുപ്പത്തിട്ട് വെക്കില്ലേ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. വിറകടുപ്പിൽ വെക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റാട്ടോ. ഇപ്പോഴും ടേസ്റ്റിന് കുറവൊന്നുമില്ല. അപ്പം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കണ്ട കേട്ടോ. ഉപ്പൊക്കെ ഇത്തിരി കുറവുണ്ടോ എന്നൊക്കെ നോക്കിയതാണ്. ഉപ്പൊക്കെ പാകമായിരുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക്. മെയിൻ പണികളെല്ലാം തീർന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമ്മൾ ടൊമാറ്റോ ബാക്കി ഉള്ള ചോപ്പ് ചെയ്ത് വെച്ചതില്ലേ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കായ ഉണ്ടല്ലോ, പച്ചക്കായ, അത് ഇതിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചക്കായ നമ്മളിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഈ ഗ്രേവി കിടന്ന് വേവാനുള്ളതാണ്. ഉപ്പും മസാലയും കാര്യങ്ങളൊക്കെ ഈ ഗ്രേവി തന്നെ കിടന്ന് ഇത് പിടിച്ചോളൂ കേട്ടോ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം കേട്ടോ. ഗരം മസാലയിൽ കിടന്ന് നമ്മുടെ ബീഫ് വേവണ നല്ല മണം. കുറച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കണ മസാല ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് എനിക്ക് ഇതിനകത്ത് ഇടുന്ന ഭയങ്കര ഒരു വീക്ക്നെസ് ആട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വയ്ക്കാം കേട്ടോ. ഇതിന്ന് പകുതി ബീഫ് എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 കിലോ ബീഫിലാണ് ഞാൻ കറി വെച്ചേക്കണത്. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫും കായും കണ്ടിട്ട് തന്നെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ.
ബീഫ് കറി ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് ഇതിൻ്റെ ഇടയിൽ ചതച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടാ. ഉപ്പൊന്ന് നോക്കാണ്. കുറച്ച് കുരുമുളക് പൊടി, അധികം പൊടിയായിട്ടല്ല, കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ളത് ഇങ്ങനെ അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം മിനുക്കുപണികളാണ്. കുരുമുളക് പൊടി വിതറി കൊടുക്കാം, പിന്നെ കറിവേപ്പില, അത് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാട്ടെ ഇതിനകത്തോട്ട്. ഇതാ നമ്മുടെ ബീഫും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. നമ്മൾക്ക് ഫ്രൈയുടെ കാര്യങ്ങൾ നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ഞാൻ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പതിവ് പോലെ ആദ്യം തന്നെ ഇതിനകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ആയതിൻ്റെ പേരിൽ കുറച്ച് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇത്തിരി കൂടുതൽ വേണം. അപ്പോൾ 1.5-2 ടീസ്പൂണോളം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതും കൂടി ചതച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പച്ചക്കുത്ത് മാറണ വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു കൈപ്പിടിയോളം സവാള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ തേങ്ങാക്കൊത്തും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കൂടുതൽ കുരുമുളക് പൊടിയാണ് ചേർക്കണത്. അപ്പോൾ അതുകൊണ്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം ബീഫ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിൽ 2 വിസിൽ കേൾപ്പിച്ചിട്ടുള്ളൂ. ആ ബീഫ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഈ ബീഫ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അത്യാവശ്യം വലിയ പീസസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനും ചേട്ടനും കൂടി ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ പൊടിച്ച് വെച്ചിരിക്കുന്നത്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്.
ഇത് നമ്മൾ ഇളക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിടാടാ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചേക്കണത്. എന്നാലും ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി കുറവ് പോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇളക്കണ സമയത്തൊക്കെ ഉണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് ആ ഒരു കളറ് കിട്ടും നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ സിമ്മിലിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ മസാല ബീഫ് നല്ലോണം പിടിച്ച് നല്ലൊരു കളർഫുൾ ആവുകയും ചെയ്യും. എന്നാൽ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവുകയുമില്ല. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. എല്ലാ എരിവുകളും കൂടി നമ്മൾ ചേർക്കുമ്പോൾ നമുക്കൊരു കണക്ക് വേണം കേട്ടോ. നമ്മൾ ഇവിടെ അത്യാവശ്യം സ്പൈസ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ എരിവും കൂടി ചേർക്കുമ്പോൾ നമ്മൾ ഒന്ന് നോക്കണം. എരിവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇടാൻ പറ്റും. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിത് നോക്കിയിട്ടാട്ടോ ഇട്ടേക്കണത്. നിങ്ങളും അതുപോലെ ചെയ്യുമ്പോൾ നോക്കി ചെയ്യണം. അപ്പം നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ സിമ്മാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബീഫ് വേവിച്ചപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള നെയ്യൊക്കെ ഇറങ്ങി ഉള്ള ഗ്രേവിയാണ്. അല്ലാതെ നമ്മൾ ഈ ബീഫ് കറിയിൽ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത് വറ്റി നല്ല സൂപ്പറായിട്ട് കിട്ടണം. ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഞാനത് തുറന്ന് ഇളക്കണ നേരത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടും കേട്ടോ. എന്നിട്ടാണ് ചെയ്യണത്. അപ്പോൾ പിന്നെയും ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മളിത് ഫ്ലെയിമൊക്കെ നോക്കി സിമ്മിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ ഇനി ഉള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ചൊരു പേഷ്യൻസ് വേണം നമുക്ക്. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതാവണം. അപ്പം നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശമൊക്കെ ഒന്ന് ഇതായി വരുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു കഷ്ണം എടുത്ത് നമുക്ക് അതിൻ്റെ ഉപ്പ്, എരിവ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. മസാല കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇത്തിരി ആവാനുണ്ട്. അപ്പം നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില നല്ലോണം ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ എൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബീഫ് തേങ്ങാക്കൊത്തിട്ട പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫും കായും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്